നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സുഡാപ്പികൾ അധികം ഉറഞ്ഞു തുള്ളേണ്ടതില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ സത്യങ്ങളുണ്ട്. 80:20 എന്ന അന്യായമായ ന്യൂനപക്ഷ സംവരണ ആനുപാതത്തിനെതിരെയുള്ള ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് പകരം അതിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നാണ് സർവകക്ഷി യോഗം കൂടി തീരുമാനിച്ചത്. അന്ന് ക്രിസ്ത്യാനികൾക്ക് അർഹമായത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ബാക്കി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സമുദായത്തിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ കൊടുക്കണം എന്ന നിലപാടാണ് എടുത്തത്. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് മുസ്ലിം സമുദായം പിരിച്ചു കൊടുത്ത കാശുമായിട്ടല്ല, മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ്. പൊതുഖജനാവിൽ നിന്നും പണം എടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം സുപ്രീം കോടതിയിൽ വക്കീലിനെ വെച്ച് കേരള സർക്കാർ വാദിക്കുകയും പ്രതിപക്ഷം അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ്? മുസ്ലിം സമുദായത്തിലെ ഒസാനും പുസലാനും മുതൽ തങ്ങൾ വരെയുള്ള പാവങ്ങളും സമ്പന്നരും ഉൾപ്പെട്ട മുസ്ലിം വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷം എന്ന ഒറ്റ പേരിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മനഃശാപവും തെറിവിളിയും വീതിച്ച് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ന്യൂനപക്ഷം എന്ന പദവി നൽകി ക്രിസ്ത്യാനിയെ മുസ്ലിം സമുദായത്തിനൊപ്പം നിർത്തിയിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുവാൻ മത്സരിക്കുന്ന ഈ കേരളത്തിൽ മുൻപ് ആനുകൂല്യങ്ങളിൽ മാത്രമായിരുന്ന വിവേചനമെങ്കിൽ ഇന്ന് സാമൂഹ്യ നീതിയിൽ പോലും ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങൾ വിവേചനം നേരിടുകയാണ്. ആലപ്പുഴയിൽ ഹിന്ദു സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തേണ്ടിയിരുന്നത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് വർഗീയത. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞപ്പോൾ അത് മതേതരം. ഇതുതന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. കേരളത്തിൽ മുച്ചീട്ടുകളി പോലെയാണ് കാര്യങ്ങളെന്ന് അത് സത്യം തന്നെയാണ്. ഇത്രയും പ്രതികരണം നടത്തിയിരിക്കുന്നത് കാസയാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത വലിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സമസ്തയുടെ പ്രതികരണം എനിക്ക് മുടിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് കാസയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ SNDPക്ക് ആയിരക്കണക്കിന് യോഗങ്ങളുണ്ട്. അവരാരെങ്കിലുമൊക്കെയാണ് മുന്നേ കയറി പ്രതികരിക്കുന്നത്. പക്ഷേ കാസ പ്രതികരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുന്നു. സമസ്തയുടെ പ്രതികരണം എനിക്ക് വെറും മുടിയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഓട്ടോറിക്ഷ എന്ന പേര് മായ്ക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനെന്ന് സമസ്തയും കൂട്ടരുമൊക്കെ ശ്രമിക്കുന്നതെന്നും ആ അഭ്യാസം അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നും കാസ പറഞ്ഞു. അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴി അതിനിശ്ചിതമായി തന്നെ വിമർശിക്കുന്നതാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഇതുപോലൊരു കാര്യം പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിക്ക് മുൻപില്ലാത്ത രീതിയിൽ തന്നെ പിന്തുണ കൊടുക്കാൻ സമൂഹത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഇത്തവണ മുന്നിലേക്ക് വരുന്നു എന്നത് ഒരു ശുഭകരമായിട്ടുള്ള കാര്യമാണ്. കാരണം വെള്ളാപ്പള്ളിയെ പറ്റി പൊതുവെ ആളുകൾക്കുള്ള ധാരണ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയാണ്, ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞു കളയും. അപ്പോൾ അദ്ദേഹം രാവിലെ പറഞ്ഞ പ്രസ്താവന വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ തിരുത്തും. അതിനാൽ ആളുകൾ മടിച്ചു നിൽക്കും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. സമസ്തയുടെ പ്രതിഷേധം പോലും അദ്ദേഹം വെറും മുടിയായിട്ട് കാണുന്നുള്ളൂ. ഈ ഒരു അവസരത്തിലാണ് കാസയെ പോലുള്ള സംഘടനയുടെ പിന്തുണ വെള്ളാപ്പള്ളിക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അവരത് വലിയ രീതിയിൽ കൊടുക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.